ഇതാണ് പ്രിയദർശിനി എസ്റ്റേറ്റിൻ്റെ കവാടം. ഈ മഴക്കാലത്ത് ഞങ്ങൾ 5 പേര് പഞ്ചാരക്കൊല്ലിയിലേക്ക് നടത്തിയ ഒരു ഓഫ് റോഡ് യാത്രയുടെ കുറച്ച് കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണുന്നത്. വെൽക്കം ടു ലൈഫ് ചാപ്റ്റേഴ്സ്. ആ എൻട്രൻസിൽ നിന്നും 100 രൂപ അടച്ച് നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം. മഴക്കാലമായതുകൊണ്ട് ഒരുപാട് വണ്ടികളൊന്നും മേലേക്ക് കടത്തിവിടില്ല. എന്തോ ഞങ്ങൾ ചെന്ന ദിവസം ആരെയും കടത്തിവിട്ടില്ലായിരുന്നു. ഞങ്ങളാണ് ആകെ ഉണ്ടായിരുന്ന യാത്രക്കാർ. ട്രൈബൽ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരുടെ പുനരധിവാസത്തിന് വേണ്ടി നടത്തുന്ന ഒരു സഹകരണ സ്ഥാപനമാണ് പ്രിയദർശിനി എസ്റ്റേറ്റ്. ഇവിടെ നമുക്ക് ട്രക്കിംഗ് അവൈലബിൾ ആണ്, താമസ സൗകര്യം അവൈലബിൾ ആണ്, തേയില ഉണ്ടാക്കുന്ന ഫാക്ടറി വിസിറ്റ് അവൈലബിൾ ആണ്. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. വയനാട് ടൂറിസം സൈറ്റിലും DTPC വയനാടിൻ്റെ സൈറ്റിലും കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമുക്ക് ബന്ധപ്പെട്ട് ഇവിടുത്തെ ബുക്കിംഗ് ഒക്കെ നടത്താവുന്നതാണ്. കുറച്ച് ദൂരം നമുക്ക് പോകാനുള്ളത് തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയും ഫാക്ടറിക്ക് അരികിലൂടെയും തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന വീടിൻ്റെയൊക്കെ അടുത്തുകൂടിയാണ്. ഇവിടെ മുതൽ നമുക്ക് ഓഫ് റോഡ് തുടങ്ങും. ഒരു പക്കാ ഓഫ് റോഡ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഓഫ് റോഡ് ഡ്രൈവിനൊക്കെ താല്പര്യമുള്ള എന്നാൽ അത്ര എക്സ്പേർട്ട് അല്ലാത്ത എന്നെപ്പോലെയുള്ള ആൾക്കാർക്കൊക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു ഓഫ് റോഡെന്നേ നമുക്കിതിനെ വിളിക്കാൻ പറ്റുള്ളൂ. ഒരു ഡ്രൈവ് എന്നതിനേക്കാട്ടിലുപരി ഈ ഒരു കാലാവസ്ഥയും കൂട്ടുകാരും ഒന്നിച്ചുള്ള യാത്രയും ഈ പ്രകൃതിയും ഈ മഴയും കോടമഞ്ഞും ഒക്കെ ആസ്വദിക്കാൻ പറ്റുന്ന വയനാട്ടിലെ അതിമനോഹരമായ ഒരു സ്പോട്ടാണ് പ്രിയദർശിനി എസ്റ്റേറ്റ്. ഫോർ വീൽ ഡ്രൈവ് ഒന്നും അല്ലെങ്കിലും ബൊലേറോ എന്തായാലും നമ്മളെ നിരാശപ്പെടുത്തിയില്ല. ബൊലേറോ വാങ്ങിയിട്ട് ഒരുപാട് വർഷമായെങ്കിലും ഇങ്ങനൊരു ഡ്രൈവ് പോയത് ആദ്യമായിട്ടാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു സൈഡ് തേയിലത്തോട്ടമാണെങ്കിൽ വേറൊരു സൈഡ് ഫോറസ്റ്റ് ആണ്. അപ്പോൾ വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള സ്ഥലം തന്നെയാണ്. ആ കാര്യം ഇവിടെ പോകുന്ന ഓരോ ആൾക്കാരും എപ്പോഴും ഓർക്കേണ്ടതാണ്. അങ്ങനെ കുറച്ച് മുകളിൽ കയറി കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്പോട്ട് വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി കിട്ടി. അപ്പോഴത്തേക്ക് ശരിക്കും ചാറ്റൽ മഴയും കോടയൊക്കെ കയറി തുടങ്ങി. വയനാടിൻ്റെ ആ ഒരു മഴക്കാലത്തിൻ്റെ തനത് കാലാവസ്ഥ ഇപ്പോഴാണ് ഞങ്ങൾക്ക് കിട്ടിത്തുടങ്ങിയത്. മലമുകളിൽ നിന്ന് വരുന്ന വെള്ളം സംഭരിക്കാനും താഴത്തെ വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കാനുമുള്ള ഒരു ചെറിയ കുളവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഇവിടെ. അവിടെ ഞങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം, അവിടെ മൃഗങ്ങളുടെ കാഷ്ടം ഉണ്ടായിരുന്നു. അത് ലെപ്പേർഡിൻ്റെ ആണോ ഇനിയും വൈൽഡ് ഡോഗിൻ്റെ ആണോ അങ്ങനെയൊന്നും അറിയില്ല. എന്തായാലും പ്രസൻസ് നല്ല രീതിയിൽ വൈൽഡ് ആനിമൽസിന് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം. അപ്പോഴേക്കും കോടമഞ്ഞ് ഞങ്ങളെ മുഴുവനായും മൂടിക്കഴിഞ്ഞു. പിന്നെ അങ്ങോട്ട് ഫോട്ടോ എടുക്കൽ ഉത്സവമായിരുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം ഞങ്ങൾ ഫോട്ടോ എടുത്തത് ഈ കാണുന്ന സജിയാളിയൻ്റെ ആണ്. അവൻ്റെ പോസിങ് കൊണ്ട് ഒരുപാട് സമയം ഞങ്ങൾ അവിടെ ചിലവഴിച്ചു. ഇങ്ങനെയുള്ള യാത്രകളാണ് ശരിക്കും നമ്മളെ ചെറുപ്പമായിട്ട് നിലനിർത്തുന്നത്. കൂട്ടുകാരുമായിട്ടാകുമ്പോൾ അതിന് വേറെ തന്നെ ഒരു വൈബാണ്. നമ്മൾ കഴിഞ്ഞു വന്ന കാലഘട്ടങ്ങൾ, നമ്മൾ പഠിച്ച സ്കൂളിലെ കഥകൾ, അങ്ങനെ എത്ര കഥകൾ പറഞ്ഞാലാണ് നമുക്ക് മതിയാവുക. കണ്ണൂർ ഭാഗത്തു നിന്നും വരുന്നവർക്കാണെങ്കിൽ താഴെ കണിയാരത്ത് നിന്ന് പിലാക്കാവിലേക്ക് തിരിഞ്ഞ് പിലാക്കാവിൽ നിന്ന് പ്രിയദർശനിലേക്ക് എത്തിച്ചേരാം. അതേസമയം മാനന്തവാടിയിൽ നിന്ന് വരുന്നവരാണെങ്കിൽ നേരിട്ട് പിലാക്കാവിൽ എത്തിച്ചേർന്ന് അവിടുന്ന് പ്രിയദർശനിലേക്ക് നമുക്ക് എത്തിച്ചേരാവുന്നതാണ്. ഈ ഏരിയ വന്നപ്പോഴാണ് ശരിക്കും നമുക്കൊരു ഓഫ് റോഡിൻ്റെ ഒരു നല്ലൊരു ഫീല് കിട്ടിയത്. ഇവിടുന്ന് ബൊലേറോ നമ്മളെ കുറച്ചൊന്ന് കളിപ്പിച്ചു കയറാതെ. പക്ഷെ രണ്ടും കൽപ്പിച്ച് നമ്മളെന്തായാലും മുകളിലേക്ക് കയറ്റിയെടുത്തു. കയറിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കുറേ സ്ഥലത്ത് നമുക്ക് ചെങ്കലൊക്കെ വിരിച്ച് അത്യാവശ്യം നല്ല റോഡുകളൊക്കെ തന്നെ ഉണ്ട്. ഇവിടേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മുടെ ഇടതുവശം ഫോറസ്റ്റ് ഏരിയ ആണ്. നമുക്ക് എന്താ പറയുക, ആന കയറി പോയ വഴികളും കാട്ടി കുത്തിമറിച്ചിട്ട സ്ഥലങ്ങളും അങ്ങനെ ഒരുപാട് വൈൽഡ് ആനിമൽസിൻ്റെ പ്രസൻസ് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരുപാട് സ്ഥലങ്ങൾ നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതാണ് പഞ്ചാരക്കൊല്ലിയിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഏറ്റവും ഹയസ്റ്റ് സ്പോട്ട്.
ഇതിനപ്പുറത്തേക്ക് പിന്നെ ഫോറസ്റ്റാണ്. നമുക്കിവിടെ വണ്ടി നിർത്തിയിടാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ ഉണ്ട്. അത് വർക്കിംഗ് ആണോ എന്ന് നമുക്കറിയില്ല. പകലായതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് നിൽക്കാം. എന്നാലും എപ്പോഴും ഒരു ശ്രദ്ധ ഉണ്ടാവണം. അപ്പം അത്യാവശ്യം നല്ല മഴ പെയ്യാനൊക്കെ തുടങ്ങി, കോട കയറി. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കയറി വന്ന വഴിയും പിലാക്കാവിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ മുകളിൽ നിന്ന് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു കാലാവസ്ഥയും കൂടി ആണെങ്കിലാണ് ഈ ഒരു ഏരിയ നമുക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. വെയിലത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആകെ മടുത്ത് പെട്ടെന്ന് നമ്മൾ തിരിച്ചിറങ്ങി പോകും. ഞങ്ങളവിടെ കുറേ സമയം ചിലവഴിച്ചിട്ടാണ് താഴേക്ക് ഇറങ്ങിയത്. നമുക്ക് എത്ര നിന്നാലും മടുപ്പ് തോന്നാത്ത ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് എത്ര നേരം വേണമെങ്കിലും നമുക്ക് അവിടെ ചിലവഴിക്കാൻ വേണ്ടി പറ്റും. വലിയൊരു കോരിച്ചൊരിയുന്ന മഴയല്ലാത്തത് കൊണ്ട് ആ മഴയും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമുക്ക് എന്തായാലും അവിടെ ഒരു കാലാവസ്ഥ കിട്ടിയത്. പിന്നത്തെ ഒരു കാര്യം, ഇതൊരു അട്ടയുടെ സമ്മേളനം നടക്കുന്ന സ്ഥലമാണ്. എവിടെ തിരിഞ്ഞാലും അട്ട മാത്രമേ ഉള്ളൂ. അപ്പം അട്ട കടി ഏൽക്കാതിരിക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും സാധന സാമഗ്രികളൊക്കെ, അതായത് ഉപ്പോ അല്ലെങ്കിൽ സാനിറ്റൈസറോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതിയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്, പ്രത്യേകിച്ച് മഴക്കാലത്ത്. ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോഴേക്കും ഒട്ടും കാണാൻ പറ്റാത്ത രീതിയിൽ കോട മൂടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചാണ് ഞങ്ങൾ തിരിച്ചിറങ്ങുന്നതും. ഒന്ന്, റോഡ് കാണാൻ വയ്യാത്ത അവസ്ഥ. രണ്ട്, വന്യമൃഗങ്ങളുടെയൊക്കെ സാന്നിധ്യമുള്ളത് ഞങ്ങളെ കുറച്ചും കൂടി ഒന്ന് കെയർഫുള്ളാക്കി. ശ്രീകാന്തും നിതിനുമാണ് മുമ്പിൽ പോയിക്കൊണ്ടിരുന്നത്. അവൻ്റെ 4 വീൽ വണ്ടി ആയതുകൊണ്ട് തന്നെ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ അവൻ്റെ വണ്ടിയാണ് മുന്നിൽ പോയത്. അപ്പം അവർ പോയി ഒരു സ്പോട്ടിൽ നിർത്തി. ഞങ്ങൾ ചെന്നതിന് ശേഷം പിന്നെ അവൻ മുമ്പോട്ട് പോയി. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഡ്രൈവ് പൂർത്തിയാക്കിയത്. നമ്മൾ ഒരിക്കലും ഇങ്ങനത്തെ സ്പോട്ടിൽ പോകുന്ന സമയത്ത്, പ്രത്യേകിച്ച് 4 വീൽ ഡ്രൈവൊന്നും അല്ലാത്ത വണ്ടിയായിട്ട് പോകുമ്പം ഒരു ഗ്രൂപ്പായിട്ട് പോകുന്നതാണ് നല്ലത്. ഒരിക്കലും ഒരു വണ്ടിയിലൊന്നും ആരും പോകാൻ ശ്രമിക്കരുത്. കാരണം നമ്മൾ വണ്ടിയൊക്കെ സ്റ്റക്കായിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് തിരിച്ചിറക്കാനൊക്കെ വലിയ പാടാണ്. താഴെ നിന്നൊക്കെ ആൾക്കാരൊക്കെ വന്നിട്ട് വണ്ടി താഴേക്കൊക്കെ ഇറക്കേണ്ടി വരും. അതുകൊണ്ട് എപ്പോഴും നമ്മളൊരു ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ 2-3 വണ്ടിയിൽ ആൾക്കാർ കയറി പോകുന്നതാണ് ഏറ്റവും സേഫ്. എന്നെപ്പോലെയുള്ള ഓഫ് റോഡ് ബിഗിനറായിട്ടുള്ള ആൾക്കാർക്കൊക്കെ പറ്റിയ പെർഫെക്റ്റ് റൂട്ടാണിത്. നമുക്ക് വലിയ തരക്കേടില്ലാത്ത രീതിയിൽ വണ്ടി ഓടിച്ച് കയറി ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് പ്രിയദർശിനി എസ്റ്റേറ്റ്. ഇവിടെയൊക്കെ സ്ഥിരമായിട്ട് വണ്ടി ഓടിച്ച് പഠിച്ച് നെക്സ്റ്റ് ടെറൈനിലേക്കൊക്കെ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ തിരിച്ചിറങ്ങുമ്പം നമുക്ക് കുറച്ച് താഴെ എത്തിക്കഴിയുമ്പം വലത്തേക്ക് നമുക്കൊരു വീണ്ടും ഒരു വഴി കിട്ടും. അത് ചെന്ന് നേരെ സ്റ്റോപ്പ് ആവുന്നത് ഫോറസ്റ്റിലേക്കാണ്. അപ്പം നമുക്ക് കുറച്ച് ദൂരം അങ്ങോട്ടേക്ക് വണ്ടിയിൽ പോകാൻ വേണ്ടി പറ്റും. അവിടെ എത്തി അവിടെ ചെറിയൊരു അരുവിയൊക്കെ ഒഴുകുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ എപ്പോഴും ഈ കാട്ടിയുടെ സാന്നിധ്യം ഉണ്ടാവും. കാട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാട്ടുപോത്ത്. അപ്പോൾ ഇവിടെ വെച്ച് ഒരു കാട്ടുപോത്ത് ഒരാളെ ആക്രമിച്ച കഥയൊക്കെ പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ ഞാൻ അവിടെ ഈ അരുവിയിലൊക്കെ പോയി കാല് കഴുകുകയും ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്ത സമയത്ത് അതിൻ്റെ തൊട്ടടുത്ത് വെച്ചായിരുന്നു ഈ അടുത്ത കാലത്ത് തന്നെ കാട്ടി ഒരാളെ ആക്രമിച്ചത്. അത് നമ്മൾ കാട്ടി നിൽക്കുന്നത് അറിയാതെ അതിന് മുമ്പിൽ പോയി പെടുമ്പോൾ പറ്റുന്ന അപകടമാണ്. അപ്പോൾ ഞങ്ങളൊരു ഗ്രൂപ്പായിട്ടുണ്ടായിരുന്നത് കൊണ്ട് നമ്മളെല്ലാ പരിസരമൊക്കെ കൃത്യമായിട്ട് വാച്ച് ചെയ്ത്, എന്താ പറയുക, ആ ഒരു ശ്രദ്ധയോടെ കൂടി തന്നെയാണ് നിന്നത് ഫുൾ ടൈം.
കുറച്ച് സമയം അവിടെ ചെലവഴിച്ചതിന് ശേഷം ഞങ്ങൾ എന്തായാലും തിരിച്ചിറങ്ങി. ഒരുപാട് മഴയൊക്കെ ആകുന്നതിനും ഇറങ്ങണമല്ലോ. അപ്പോഴാണ് ഈ വരുന്ന 2 ആൾക്കാരെ കണ്ടത്. അപ്പം അവിടെ വണ്ടി നിർത്തി അവരോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, അവർ ഈ തോട്ടം തൊഴിലാളികൾ തന്നെയാണ്. അവരുടെ വീടങ്ങ് താഴെ ഭാഗത്താണ്. അപ്പോൾ അവർ അവിടുന്ന് കാട് വഴി മേലേക്ക് വന്നതാണ്. അപ്പോൾ അവരാണ് ഞങ്ങളടുത്ത് ഈ മൃഗങ്ങളെ ആക്രമിച്ച കാര്യവും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ വീണ്ടും താഴേക്ക് ഇറങ്ങേണ്ട വഴിയിലേക്ക് തിരിഞ്ഞു. എന്തായാലും അപ്പോഴേക്കും മഴയൊക്കെ ഒന്ന് കുറഞ്ഞ് കോടയൊക്കെ മാറി നല്ല തെളിഞ്ഞ കാലാവസ്ഥ ഞങ്ങൾക്ക് കിട്ടിത്തുടങ്ങി. ഞങ്ങൾ ഇങ്ങോട്ട് കയറുമ്പോൾ വന്ന് അതേ സ്പോട്ടിൽ തന്നെ വണ്ടി നിർത്തി കുറച്ച് നേരം കൂടെ അവിടെ ഇരുന്ന് സമയമൊക്കെ ചിലവഴിച്ചിട്ടാണ് താഴേക്ക് ഇറങ്ങിയത്. ഇനി എന്തായാലും നമുക്ക് കുറച്ച് നേരം കുറച്ച് നല്ല ഡ്രോൺ വിഷ്വൽസ് കാണാം പഞ്ചാരക്കൊല്ലിയുടെ. മഴ മാറി നിന്നതുകൊണ്ട് പഞ്ചാരക്കൊല്ലിയുടെ മനോഹരമായ ആകാശക്കാഴ്ച ഞങ്ങൾക്ക് വിശാലമായി തന്നെ പകർത്താൻ പറ്റി. ഈ കാണുന്ന മലയുടെ മുകളിൽ നിന്നുമാണ് നമ്മൾ ഇപ്പോൾ ഇറങ്ങി വന്നത്. നമ്മൾ കയറി വന്ന വഴികളും പിലാക്കാവിൻ്റെ ദൂര ദൃശ്യമൊക്കെ ഈ ഡ്രോൺ പറത്തിയതിലൂടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. മൊത്തം പച്ചപ്പ് മൂടി, കോടമഞ്ഞ് മൂടി, വയനാട്ടിലെ മഴക്കാലം ഇങ്ങനെയൊക്കെയാണ്. നാല് മണിക്ക് മുന്നേ ഇറങ്ങണമെന്ന് പറഞ്ഞതുകൊണ്ടും മണി 4 ആയതുകൊണ്ടും ഞങ്ങൾ താഴേക്കുള്ള യാത്രയിലാണ്. ഇത്രയും മനോഹരമായ പഞ്ചാരക്കൊല്ലിയും പ്രദേശങ്ങളും കേരളമാകെ വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു സമയമുണ്ടായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുന്നേ. തോട്ടത്തിൽ പണിയെടുക്കാൻ പോയ ഒരു ചേച്ചിയെ കടുവ പിടിച്ച് ഭക്ഷിച്ചത്, അവർ മരണപ്പെട്ടത് നമ്മളൊക്കെ ഇപ്പോഴും ഞെട്ടലോടെയാണ് ഓർക്കുന്നത്. ആ പ്രദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഇന്ന് മുകളിലേക്ക് പോയതും താഴേക്ക് ഇറങ്ങിയതും ഒക്കെ.
ആ ചേച്ചിയെ ഓർക്കാതെ ഇനി നമുക്ക് പഞ്ചാരക്കുലിയിലേക്കൊരു യാത്ര സാധ്യമേ അല്ല. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങിയിടത്ത് തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.